ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്തിടയ്ക്ക് വായിച്ച പുസ്തകങ്ങളിൽ അതിൻ്റെ ടൈറ്റിൽ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കൊതി പിടിച്ചു പോയ ഒരു പുസ്തകമാണ് നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ എഴുതിയതല്ല, ബെനഡിക്റ്റ് പാപ്പയുടെ പേപ്പർ അഡ്രസ്സുകളാണ്. മാർപ്പാപ്പയായിരുന്ന സമയത്ത് പാപ്പ വിവിധ സാഹചര്യങ്ങളിൽ വിവിധ ഗ്രൂപ്പുകളോട് ഒക്കെ സംസാരിച്ച കുറേ അധികം പ്രസംഗങ്ങളുടെ ഒരു കളക്ഷനാണ് ഇത്. ഈ പുസ്തകം ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തത്, ഒത്തിരിയധികം ഇഷ്ടപ്പെട്ടു പോയത് ഇതിൻ്റെ ടൈറ്റിൽ കണ്ടിട്ടാണ്. വിത്ത് ഗോഡ് യു ആർ നെവർ എലോൺ. ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഈ ലോൺലിനെസ് എല്ലാം മാറും. ആരും കൂടെ ഇല്ലേലും യു ആർ നെവർ എലോൺ. ആര് കൂടെ ഉള്ളപ്പോൾ? ഈശോ കൂടെ ഉള്ളപ്പോൾ. വിത്ത് ഗോഡ് യു ആർ നെവർ എലോൺ. വളരെ വളരെ സുന്ദരമായ വലിയൊരു അഭിഷേകം നിറഞ്ഞൊരു പുസ്തകമാണ്. മാർപ്പാപ്പയുടെ ഒത്തിരി അഡ്രസ്സുകൾ ഒരുപാട് ഗ്രൂപ്പുകളോടൊക്കെ സംസാരിച്ച് ഇതിൻ്റെ ഒരു ആദ്യത്തെ 2 അഡ്രസ്സുകൾ പ്രത്യേകിച്ച് അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ യുവാക്കളോടൊക്കെ സംസാരിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുക, ഈശോയുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാവുക, ഈശോയെ ഒന്ന് കണ്ടുമുട്ടുക, ജീവിക്കുന്ന ഈ ദൈവത്തെ ഒന്ന് കണ്ടുമുട്ടിയ ഉടനെ ഈശോയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് പലർക്കും ഇങ്ങനെ ഈശോയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി പേടിയാണ്. കാരണം ഈശോയെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ചിലപ്പോൾ നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. പാപ്പ ഇത് വളരെ സുന്ദരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്, വൺസ് യു അക്സെപ്റ്റ് ജീസസ്, ഈശോയെ ഒന്ന് സ്വീകരിച്ചാൽ, ഈശോ ഒന്ന് കണ്ടുമുട്ടി ഈശോ ഒന്ന് സ്വീകരിച്ചാൽ നിങ്ങളുടെ ലൈഫ് ഫ്രീഡം നഷ്ടപ്പെട്ടു പോവുകയല്ല, ശരിക്കും ഫ്രീഡത്തിലേക്ക് ഒരു ഒറിജിനൽ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഈശോയെ കണ്ടുമുട്ടിയാൽ, ഈശോയെ സ്വീകരിച്ചാൽ. വലിയൊരു കാര്യം പാപ്പ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഈ ലോൺലിനെസ് നിങ്ങളുടെ കൂടെ ചിലപ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ നിന്നേക്കാം. ഒരു കാലത്ത് നിങ്ങളുടെ കൂടെ നിന്നവർ, നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചവരെല്ലാം പെട്ടെന്ന് ഒരു ദിവസം ഇട്ടേച്ച് പോയേക്കാം. പക്ഷേ ദൈവം കൂടെ ഉണ്ടെന്ന് ബോധ്യമുള്ള ഒരുത്തനെ ഒറ്റയ്ക്കാക്കാൻ ആർക്കും പറ്റില്ല. അവൻ്റെ കൂടെ നിൽക്കാൻ പോകുന്നത് കർത്താവ് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പുസ്തകത്തിൽ പിന്നീടൊക്കെ പറയുന്നുണ്ട്, സങ്കീർത്തനം 23:4 കൂട്ട് ചെയ്തുകൊണ്ട്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല. പാപ്പ ഇങ്ങനെ പറയാണ്, മരണത്തിൻ്റെ സമയത്ത് വരെ നിൻ്റെ കൂടെ നിൽക്കാൻ ഒരാളുള്ളപ്പോൾ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ, ഈ ഭൂമിയിൽ ആരും കൂടെ ഇല്ല എന്ന് പറഞ്ഞ് നിനക്ക് കരയാൻ നിനക്ക് എന്താ അവകാശം? വിത്ത് ഗോഡ് യു ആർ നെവർ എലോൺ. ഈശോ തന്നെ നമ്മളോട് പറയുന്നില്ലേ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ്, ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് തവണ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി ആരും കൂടെ ഇല്ല എന്നൊക്കെ ഓർത്ത് ചങ്കുതല്ലി കരഞ്ഞിട്ടുണ്ടാകാം. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കും. കണ്ടുമുട്ടണം. വിശുദ്ധ ഗ്രന്ഥ വായനയിൽ, വിശുദ്ധ കുർബാനയിൽ, ആരാധനയിൽ, നിങ്ങളുടെ അടുത്തുള്ള ഒരു ചാപ്പലിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ ഏറ്റവും ലോൺലി മൊമെൻറ്റിൽ ഈശോയെ നിങ്ങൾ കണ്ടുമുട്ടണം. അവനുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാവണം. കണ്ടുമുട്ടിയ ഉടനെ ഈശോയെ സ്വീകരിക്കണം. ജീവിതത്തിൻ്റെ സർവസ്വവുമായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ആൻഡ് ദി ഓൺലി പ്രയോറിറ്റി ഈശോയെ സ്വീകരിക്കുക. ലൈഫ്